നമ്മളിൽ ഹോമിയോ മരുന്ന് കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അതിന്റെ ടേസ്റ്റ് കൊണ്ട് ചെറുപ്പത്തിൽ വീട്ടുകാരറിയാതെ കട്ടുതിന്നവരാകും നമ്മളിൽ പലരും. എന്നാൽ ഹോമിയോപ്പതി ശാസ്ത്രീയമാണോ? ഏതെങ്കിലും അസുഖം മാറ്റാനുള്ള കഴിവ് ഹോമിയോപ്പതിക്ക് ഉണ്ടോ? 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജർമ്മൻ ഫിസിഷ്യനായ സാമുവൽ ഹാനിമാനാണ് ഈ ചികിത്സാ രീതി വിഭാവനം ചെയ്തത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇന്നത്തെ ആയുർവേദത്തിന് സമാനമായ വാദം, പിത്തം, കഫം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചികിത്സാ രീതികളെ കളിയാക്കി അദ്ദേഹം വിളിച്ച പേരാണ് അലോപ്പതി. അതിന് ഒരു ബദൽ എന്ന രീതിയിലാണ് ഹോമിയോപ്പതി കൊണ്ടുവന്നത്. പ്രധാനമായും 2 സിദ്ധാന്തങ്ങളാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഒന്നാമത്തേത് ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക്, അഥവാ സാമ്യം സാമ്യത്തെ സുഖപ്പെടുത്തുന്നു. അതായത് ഒരു അസുഖമുണ്ടാക്കുന്ന വസ്തു ഓൾറെഡി ആ അസുഖമുള്ളയാൾക്ക് കൊടുത്താൽ അയാളുടെ അസുഖം മാറും. ഉദാഹരണത്തിന്, ഒരു ചെടിയുടെ ഇല കഴിച്ചാൽ പനി വരുമെങ്കിൽ ഓൾറെഡി പനിയുള്ള ആൾക്ക് ആ ചെടിയുടെ ഇല കൊടുത്താൽ അയാളുടെ പനി മാറും. ശാസ്ത്രീയമായി ഒരു അടിസ്ഥാനവും ഈ സിദ്ധാന്തത്തിനില്ല. ഈ തിയറി ശരിയാണെന്ന് തെളിയിക്കാൻ ഇന്നുവരെ ലോകത്ത് ആർക്കും കഴിഞ്ഞിട്ടുമില്ല. ഹോമിയോപ്പതിയിലെ രണ്ടാമത്തെ തിയറിയാണ് ഇതിലും വലിയ തമാശ. നേർപ്പിക്കും തോറും വീര്യം കൂടുന്നു എന്നതാണ് രണ്ടാമത്തെ സിദ്ധാന്തം. അതായത് ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം ഉണ്ടാക്കി അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കും തോറും അതിന്റെ സ്വാദ് കൂടി കൂടി വരുന്നു. മദ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കും തോറും അതിന്റെ കിക്ക് കൂടുന്നു. ഇത് നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതും നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾക്ക് വിപരീതവുമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് ട്രില്യണുകളിൽ 1 മാത്രം മരുന്നിന്റെ അംശം ഉണ്ടാകുന്ന രീതിയിലാണ് ഹോമിയോ മരുന്ന് ഉണ്ടാക്കുന്നത്. അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഓസ്ട്രേലിയയിലും ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലും ഹോമിയോപ്പതി നിരോധിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഹോമിയോ മരുന്ന് വിൽക്കണമെങ്കിൽ മദ്യക്കുപ്പിയുടെ പുറത്ത് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചതുപോലെ ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് അസുഖം മാറുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്ന് എഴുതി വെക്കണം. കുട്ടികൾക്ക് ഹോമിയോ ചികിത്സ കൊടുത്താൽ പാരന്റ്സിനെതിരെ കേസ് എടുക്കാനുള്ള നിയമങ്ങളുള്ള രാജ്യങ്ങളുമുണ്ട്. ഹോമിയോ മരുന്ന് കൊടുക്കുന്നതിലൂടെ യഥാർത്ഥ ചികിത്സ അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാകും, എന്നാലും ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് ഒരുപാട് പേരുടെ അസുഖം മാറുന്നുണ്ടല്ലോ. എനിക്ക് അസുഖം വന്നിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് മാറിയല്ലോ. കൂട്ടുകാരന് വേറെ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത അസുഖം ഹോമിയോ ചികിത്സയിലൂടെ മാറിയല്ലോ എന്നല്ല. അസുഖങ്ങൾ മാറാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് വരുന്ന പല അസുഖങ്ങളും ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ തനിയെ മാറുന്നതാണ്. അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്ലാസിബോ എഫക്റ്റ്. വ്യാജ ചികിത്സ സ്വീകരിച്ചതിനു ശേഷം ഒരു വ്യക്തിയുടെ ശാരീരികമോ മാനസികമോ ആയ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് പ്ലാസിബോ എഫക്റ്റ്. ഈ പുരോഗതി കഴിച്ച മരുന്നിന്റെ ഗുണം കൊണ്ടല്ല, മറിച്ച് ചികിത്സയിലുള്ള രോഗിയുടെ വിശ്വാസം, പ്രതീക്ഷകൾ, മാനസിക പ്രതികരണങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാൽ സംഭവിക്കുന്നു. അതായത്, പനിയുള്ള ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ യാതൊരു എഫക്റ്റും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഒരു സോ കോൾഡ് മരുന്ന് 100% കോൺഫിഡൻസോടു കൂടി ഇത് കഴിച്ചാൽ തീർച്ചയായും പനി മാറുമെന്ന് പറഞ്ഞു കൊടുത്താൽ അയാളുടെ പനി കുറയും. ഇതാണ് പ്ലാസിബോ എഫക്റ്റ്. അത് ഒരിക്കലും കഴിച്ച മരുന്നിന്റെ ഗുണം കൊണ്ടല്ല. ഈ പ്ലാസിബോ എഫക്റ്റ് മാത്രമേ ഹോമിയോപ്പതിക്കും ഉള്ളൂ എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ഇത്രയൊക്കെ അശാസ്ത്രീയമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഓരോ ജംഗ്ഷനിലും ഹോമിയോ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് ഹോമിയോപ്പതിക്ക് വേണ്ടി ചിലവാക്കുന്നത്. ഇതിനെതിരെ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.